റെജിയോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രിൻസ് ഫുഡ്സ് യുകെയും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഡെപ്യൂട്ടി തഹസീൽദാർ ഡോക്ടർ ബിജുജി പിള്ള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് 2026 നമ്മളെ സംബന്ധിച്ച്, സമുദ്രതീരത്തെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന വർഷം കൂടിയായിരിക്കും. കാരണം നമുക്ക് പുതിയ സ്ഥാപനത്തിലേക്ക് മാറേണ്ടതുണ്ട്, പുതിയ പ്രതീക്ഷകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതും എൻ്റെ കുടുംബമായതുകൊണ്ടാണ് ഇതങ്ങനെ സംസാരിക്കുന്നത്, ഒരു ഉദ്ഘാടന നിലയിലല്ല സംസാരിക്കുന്നത്. ഒരിക്കൽ ഈ സന്തോഷങ്ങൾ നമ്മളെ പീറ്റർ സാറിനെ സംബന്ധിച്ചും സിംഗിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ആത്മാവ് നഷ്ടപ്പെടാത്തവരാണ്. ആ ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, ആത്മാവ് നഷ്ടപ്പെട്ടവർ എന്ത് കാര്യം, നമ്മൾ എന്തുണ്ടാക്കിയിട്ടാണ് കാര്യം, അവർ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല. ദ സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്പിരിറ്റുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്. സമുദ്രതീരം എന്ന് പറയുന്ന വലിയ സമുദ്രം നമുക്കെല്ലാവരും കൂട്ടായ്മയാണ്. ഒന്നിച്ചാണ് നമുക്ക് ജയിക്കേണ്ടതും, ഒന്നിച്ചാണ് നമുക്ക് പോരാടേണ്ടതും, ഒന്നിച്ചാണ് നമുക്ക് ഇനിയും താണ്ടി കാതങ്ങൾ താണ്ടി നമുക്ക് പോകേണ്ടതും. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ചെറിയ വെളിച്ചമാണ് പീറ്റർ സാർ നടത്തുന്ന ഒരു ചെറിയ വെളിച്ചമാണ്. അദ്ദേഹം വലിയ വ്യവസായ സാമ്രാജ്യമൊക്കെ വളർത്തിയ ആളാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കാറുണ്ട്. വന്ന വഴികൾ, വന്ന യാത്രകൾ, കഠിന പാതകൾ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അധികം സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. ഞാനിവിടെ ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്നത് ബന്ധങ്ങളാണ്. ഞാനിവിടുത്തെ വില്യാവസരായിരുന്നു, കല്ലുവാതുക്കൽ വില്യാവസരായിരുന്നു. ഇപ്പോഴും ഇവിടുന്ന് മാറി 2-3 കൊല്ലമായി. എങ്കിലും സമുദ്രതീരവുമായും പീറ്റർ സാറുമായും ഒക്കെ ആ ബന്ധങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സംരക്ഷിക്കാൻ പറ്റുന്നതും ഏറ്റവും വലിയ ബന്ധങ്ങളാണ്. ഫാദർ ഷിബു അഗസ്റ്റിൻ ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ 2 ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരെണ്ണം ഒരു സ്കൂളിൽ, ഒരെണ്ണം ഞാൻ പോകുന്ന ഒരു ചാപ്പലുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ചാപ്പലാണ്. അപ്പോൾ ഒരു സമ്മാനമൊക്കെ തരുന്നു. വലിയ സമ്മാനമല്ല, ചെറിയ ചെറിയ സമ്മാനമാണ്. അപ്പോൾ സമ്മാനങ്ങളുടെ കാലമാണ് ക്രിസ്മസ് എന്നാണ്. നമ്മൾ ബൈബിള് വായിച്ചു പോകുമ്പോൾ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യേശു എന്നാണ് പറഞ്ഞു വയ്ക്കുക. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അതുകൊണ്ട് തൻ്റെ പുത്രനെ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം തന്നെ നൽകിയതിനെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എമേഴ്സൺ ഇപ്രകാരമാണ് പറയുന്നത്: ഗിഫ്റ്റ്സ് ഈസ് ആൻ എക്സ്ക്യൂസ് ഫോർ റിയൽ ഗിഫ്റ്റ്സ് ആൻഡ് ദ റിയൽ ഗിഫ്റ്റ് ഈസ് ഗിവിങ് പോർഷൻ ഓഫ് അവർ സെൽസ്. അതായത് സമ്മാനം എന്ന് പറയുന്നത് യഥാർത്ഥ സമ്മാനം കൊടുക്കുന്നതിനൊരു എക്സ്ക്യൂസാണ്. യഥാർത്ഥ സമ്മാനം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ്റെ തന്നെ ഒരു ഭാഗത്തെ നൽകലാണ് സമ്മാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുന്നത് അതുതന്നെയാണ്. ദൈവം തൻ്റെ ജീവൻ്റെ ഒരു ഭാഗത്തെ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്മസ് നമ്മളുടെ ഇടയിൽ അർത്ഥവത്താകണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മളെ നൽകാനായിട്ട്, നമ്മുടെ സമയം നൽകാനായിട്ട്, നമ്മുടെ കഴിവ് നൽകാനായിട്ട്, ഇത്തിരി നേരം അവർക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട്, കേൾക്കാനായിട്ട്, സന്തോഷിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്മസ്. അതിനെ കഴിഞ്ഞ് വേറൊരു ക്രിസ്മസ് ഇല്ല. നമ്മൾ യേശുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവൻ അന്ധന് കാഴ്ച നൽകുന്നുണ്ട്, മുടന്തന് നടത്തുന്നുണ്ട്. എവിടെയൊക്കെ രോഗമുണ്ടായോ അവിടെയൊക്കെ സൗഖ്യവും സന്തോഷവും നൽകി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഇടമൊക്കെ സന്തോഷം നൽകുവാനും, സൗഖ്യം നൽകുവാനും, സ്നേഹം നൽകുവാനും, സമാധാനം നൽകുവാനും കഴിയുമ്പോൾ ആ ഓരോ നിമിഷവും ക്രിസ്മസ് ആയിട്ട് മാറുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ 25 മാത്രം സംഭവിക്കുന്നതല്ല, മറിച്ച് എവിടെയൊക്കെ നമ്മൾ കാരണം സന്തോഷമുണ്ടാകുന്നോ അതൊക്കെ ക്രിസ്മസാണ്. അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് കൂട്ടായ്മ ഒരുങ്ങുമ്പോൾ ഇവിടെയുള്ള ഈ കുടുംബത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പങ്കുചേരലും നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയും നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് സന്തോഷമാക്കി മാറ്റുവാനും എപ്പോഴും ക്രിസ്മസ് ആയിട്ട് തീരുവാനുമുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ
എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. റെജിയോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രിൻസ് ഫുഡ്സ് ഉടമ പീറ്റർ വർഗീസ്, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സമുദ്രതീരം രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 6 വർഷം തുടങ്ങാൻ പോവുകയാണ്. ഈ 6 വർഷത്തിനിടയിൽ ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് 162 പേരാണ്. 670 അപേക്ഷകളാണ് എൻ്റെ കൈകളിലേക്ക് എത്തിയത്. അതിൽ നിന്നും കൃത്യമായി പരിശോധിച്ച് ഓരോ കുടുംബത്തിലും പോയി ആരൊക്കെയാണ് അർഹതപ്പെട്ടതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 162 പേരെയും ഇവിടെ കിടക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തത്. ഞാൻ 162 പേരെയും സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്കൊരുപാട് പ്രത്യാശകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളാണ് ഞാൻ ഓരോന്നായി ഓരോ ദിവസവും ഞാൻ ഈ നാട്ടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേധാവി. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ വന്ന വഴികളും എല്ലാം കഷ്ടതയുടെ വഴികളിലൂടെയാണ് ഞാൻ വന്നെങ്കിൽ അതിലും കഷ്ടതയുടെ വഴികളാണ് പീറ്റർ സാറിൻ്റെ ഈ പ്രവേശനം. സാർ വന്ന വഴികളെല്ലാം ഒരു ദിവസം എനിക്ക് ആ വഴികളെല്ലാം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഏറെ നിറക്കണ്ണുകളായി എനിക്ക് ആ സാറിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നു. ഇന്ന് ഈ ക്രിസ്തുമസ് ദിവസത്തിൽ യേശുക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്ന് ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്നത് ഈ സ്റ്റേജിൻ്റെ പിറകുവശത്താണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതൊരു മനുഷ്യനും കഴിക്കാൻ ആഹാരവും വസ്ത്രവും തലചായ്ക്കാൻ ഒരു ഇടവും കിട്ടിയാൽ അതാണ് മനുഷ്യന് ഏറെ വലുത്. കോടീശ്വരന്മാരിന്ന് പൈസയുടെ മുകളിൽ കിടന്നുറങ്ങുമ്പോഴും അതിനെ ഒന്നും ചിന്തിക്കാതെ നിങ്ങളെയും അതുപോലെയാണ് സാർ കാണുന്നത്. കാരണം ഒരു തൊഴിലാളി എന്ന രീതിയിലല്ല റിജോ ഫുഡിലെ ഓരോ സ്റ്റാഫ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല, കുടുംബാംഗങ്ങളെയും കാണുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടുകൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസങ്ങൾ എന്താണോ, അദ്ദേഹത്തിൻ്റെ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടെങ്കിലും അത് സന്തോഷമാക്കി മാറ്റുകയാണ് ആ ഫാക്ടറിയുടെ ഉടമയുടെ ജോലി. ഇത് ഈ 2025 ഏറെ ദുഃഖങ്ങളുള്ള ദിവസമായിട്ട് പോലും സാറിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആ ദുഃഖങ്ങൾ ഒതുക്കിക്കൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് സാറിൻ്റെ പ്രയാണവും പ്രവർത്തനവും. അതിലേറെ എനിക്ക് സന്തോഷമാണ്. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിലും ഇവിടെ എത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ കൂട്ടുകുടുംബത്തിലെ അച്ഛന്മാർ, അമ്മമാർ, ഞാനുൾപ്പെടെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ സാറിൻ്റെ സമ്പത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നത്തെ അച്ഛന്മാർക്ക് ഇന്നത്തെ ഫുൾ ദിവസത്തെ ആഹാരവും സാറിൻ്റെ വകയായി നൽകിയതാണ്. ഇതൊന്നുമല്ല സമുദ്രത്തിൽ തന്നിട്ടുള്ളത്. നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ഏതെല്ലാം സൈസ് ആഹാരങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് മുമ്പ് സാറ് ഈ സമുദ്രത്തിലെ അമ്മമാർക്കും രുചിച്ച് നോക്കാനുള്ള അതിവിടെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് കൂടി പ്രത്യേകത കൂടി സാറിൻ്റെ കുടുംബത്തിനുണ്ട്. ആ നല്ല ആഹാരം കഴിച്ചാണ് ഇവിടുത്തെ അച്ഛന്മാരും അമ്മമാരും വളരുന്നതും കഴിയുന്നതും. ഞാൻ ഉൾപ്പെടെ ഇവിടെ അച്ഛന്മാർക്കും അമ്മമാർക്കും കിട്ടുന്ന ആഹാരം തന്നെയാണ് ഞങ്ങളും കഴിക്കാറുള്ളത്. അതാ കിട്ടുന്ന ആഹാരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വേറെ സന്തോഷമാണ്. എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. സമുദ്രദിനം കൂട്ടുകുടുംബം 2ആയിട്ട് പിരിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ നിയമം വന്നപ്പോൾ ഞാൻ എൻ്റെ 2 കണ്ണുകൾ നിറഞ്ഞുപോയി. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കുക, ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഞാൻ കൈവിട്ടില്ല. ഇന്നിപ്പോൾ 2ആയി മാറ്റുവാൻ വേണ്ടി 2ആയി പിരിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ നിയമം വന്നിരിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് താമസിക്കണ്ട എന്നതാ. ഞാനങ്ങനെ പുതിയ മന്ദിരത്തിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ നിൽക്കുക. 5.5 കോടി രൂപ മുടക്കി 2 ഏക്കർ വസ്തു വാങ്ങിച്ച് അതിൽ 100 പേർക്ക് കിടക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ കൂടി പുതിയ മന്ദിരത്തിൻ്റെ പണി അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത പരിപാടിയും ചിലപ്പോൾ അവിടെ വെച്ചാവാം. 1500 പേർക്ക് ഇരിക്കുന്ന ഓഡിറ്റോറിയം ഉൾപ്പെടെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പീറ്റർ സാർ വന്ന് പുതിയ മന്ദിരം കാണുകയുണ്ടായി.
ആ കൂട്ടത്തിൽ എന്നെ കൈവിടാതെ ചേർത്ത് പിടിച്ചതും പീറ്റർ സാറാണ്. ഞാനും ഒരു റൂമിൻ്റെ പൈസ തരാം എന്ന് പറഞ്ഞെങ്കിലും ഇതിപ്പോൾ സാറ് 2 റൂമിൻ്റെ അപ്പുറം സാർ എന്നെ പൈസ തന്ന് സഹായിച്ചിരിക്കുകയാണ്. ചില ദുഃഖങ്ങൾ ഞാൻ സാറുമായി ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ അവിടുത്തെ സമയത്ത് സാറിനത് പറഞ്ഞു, കല്ലുവാക്കി ജംഗ്ഷനിൽ കാണുന്ന ഞാൻ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന ഒരു വീടുണ്ട്. അതായത് ഈ ഏരിയയിൽ നല്ലൊരു വീട് മന്ദിരമാണ് ഞാൻ പണിഞ്ഞിരിക്കുന്നത്. ആ വീട് ഞാൻ വിൽക്കാൻ പോവുകയാണ്. സാറിൻ്റെ ആരെങ്കിലും കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എനിക്ക് ഫോട്ടോ അയച്ചതാ, അത്യാവശ്യമായിട്ട് വിൽക്കാൻ കഴിയുമെങ്കിൽ വിൽക്കാം. കാരണം ഞാൻ കിട്ടുന്ന സമ്പാദ്യം മൊത്തവും ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ താമസിക്കുന്നവർക്കും കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേറെ വിഷമവും ദുഃഖവുമല്ല, എൻ്റെ മനസ്സിലെല്ലാം സന്തോഷമാണ്. ഒരാളിനെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരാൾക്ക് കൂടി തലചായ്ക്കുവാൻ ഇടം കൊടുക്കുന്നു എന്നതാണ് എൻ്റെ പ്രത്യേകത കൂടി. ഞാൻ ദീർഘിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ബിജു സാറുമായി പരിചയപ്പെടുമ്പോൾ ഏറെ വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലുവാതിക്കൽ വില്ലേജ് ഓഫീസറായി ചാർജ് എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സാർ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ആ വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ വശത്ത് കൂടി സാറിന് സ്വീകരണം കൊടുക്കുകയുണ്ടായി. സാറിന് സ്വീകരണം മേടിക്കുന്ന ആളാണ് കരയുന്നതെങ്കിൽ സ്വീകരണം കൊടുത്ത ആളുകളാണ് കരയേണ്ടി വന്നത്. കാരണം അദ്ദേഹവുമായി ഏറെ ബന്ധവും സ്നേഹവുമുള്ള ആളുകളായിരുന്നു അവിടെ എത്തിയത്. ഇന്നിപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടി തഹസീൽദാരായി വീണ്ടും പല മേഖലയിൽ നിന്നും വർക്ക് ചെയ്ത് വീണ്ടും കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. അതുപോലെ തന്നെ പിന്നിലായിരിപ്പോൾ ഡെപ്യൂട്ടി തഹസീൽദാർ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും താണ്ടി മുന്നോട്ട് വന്ന രാജസാറും മാമ്പള്ളി രഘുനാഥ് സാറും എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഏറെക്കുറെ നമ്മൾ ഇതിൻ്റെ ഭാരവാഹികൾ ആരെയും വിളിച്ചില്ല, കാരണം ഞങ്ങൾക്ക് സൗകര്യം കുറവായതുകൊണ്ട് ആരെയും വിളിക്കാത്തത് അതുകൊണ്ട് മാത്രമാണ്. ഇനിയും നമുക്ക് ഇതുപോലെ ക്രിസ്മസുകളും മറ്റ് പരിപാടികളും ഇവിടെ നടത്തുമ്പോൾ ഈ അച്ഛന്മാർക്ക് അമ്മമാർക്കാണ് ഏറെ സന്തോഷം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പീറ്റർ സാറിനും കുടുംബത്തിനും അതിലുപരി നിങ്ങളിൽ ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അകമയായ നന്ദിയും കടപ്പാടും അർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഞാൻ സമ്പത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം പരിചരിക്കുന്നത് ഇത്രയും വൃത്തിയായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ചേർത്ത് പിടിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അവർക്കാണ് ഞാൻ ഏത് വിധത്തിലും പറയാൻ അർഹതപ്പെട്ടതിലപ്പുറം കടപ്പാടും അംഗീകാരവും എല്ലാം കൊടുക്കേണ്ടത് എൻ്റെ സ്റ്റാഫുകൾക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റെജിയോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രിൻസ് ഫുഡ്സ് UK ഉടമ പീറ്റർ വർഗീസ് സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കും സമുദ്രയിലെ ജീവനക്കാർക്കും ക്രിസ്മസ് പുതുവസ്ത്രങ്ങൾ നൽകി. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് പ്ലം കേക്കുകൾ വിതരണം ചെയ്തു. തുടർന്ന് റെജിയോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രിൻസ് ഫുഡ്സ് UKയിലെ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ നടന്നു. మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోకులాడి స్వప్న సుందరి నిమ్మడత సూపు మా పటేల మల్లె పందిరి రచ్చరాజు కుంది రూపిని അന്തിക്കിടയനെ
കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. വൈകിട്ട് 7 മണി മുതൽ കൊല്ലം ക്ലോക്ക് ടവർ ദി ബാൻഡിന്റെ ഗാനമേള അരങ്ങേറി. விழிமூடி யோசித்தால் அங்கேயும் வந்தாள் உன்னை உன்னை தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடி இது போல் மழைக்காலம் என் வாழ்வில் வருமா? மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே. விழி வழியே விழி வழியே நான் உன்னை கண்டேனே செந்தேனே. விழி மூடி யோசித்தால் அங்கேயும் வந்தாய் உன்னை உன்னை தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடி இது போல் மழைக்காலம் என் வாழ்வில் வருமா? மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே. விழி வழியே விழி வழியே நான் உன்னை கண்டேனே. மழைக்கிளியே மழைக்கிளியே நான் உன்னை கண்டேனே. விழி வழியே விழி வழியே நான் உன்னை கண்டேனே செந்தேனே. കൈയടിച്ചേ 1 2 അമ്മമാരെ സ്നേഹിക്കുന്നവർക്കുള്ള പാട്ടാട്ടോ. എല്ലാവർക്കും അവരുടെ അമ്മയെ ഇഷ്ടമല്ലേ? അപ്പം എൻ്റെ ഉള്ളവരൊക്കെ പാടുവോ? ഓക്കെ, റെഡി?
അച്ഛനമ്മമാരുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ മനോഹരമായ ഒരു ദിനം സമ്മാനിച്ചുകൊണ്ടാണ് റെജിയോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രിൻസ് ഫുഡ് UK ഉടമയും ജീവനക്കാരും സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്.